കാര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ പ്രസംഗത്തിൽ. എന്താണ് ഇപ്പോൾ അതിലൊരു ജുഡീഷ്യൽ കമ്മീഷനൊക്കെ വെക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? ഞങ്ങൾ ആദ്യം വന്ന ഉദ്ദേശം പറയാം. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല കോളേജ് ഒരു വഖഫ് ചെയ്ത വസ്തുവിൽ സ്ഥിതി ചെയ്യണം. അമൽ കോളേജ് എയ്ഡഡ് കോളേജാണ്. നാക്കിൻ്റെ AAA അക്രഡിറ്റേഷനുള്ള കോളേജാണ്. അത് ഞങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങളത് വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. എന്നല്ലാതെ മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വന്നല്ല എന്നറിയാലോ. അതിൻ്റെ ഈ കോളേജിൻ്റെ ചെയർമാനാണ് ബഹുമാനപ്പെട്ട PV അബ്ദുൽ വഹാബ് MP അവറുകൾ. ബാക്കി എല്ലാവരും ഉണ്ട്. വന്നതിൻ്റെ ഉദ്ദേശം അതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ചോദിക്കുന്നത് പറഞ്ഞാൽ, വഖഫ് ചെയ്യുന്ന വസ്തു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അത് ചൂണ്ടിക്കാണിച്ചാൽ വഖഫാവില്ല. അതിൻ്റെ രേഖകൾ വഖഫാവണം. കൃത്യമായി അത് വഖഫ് ആണ് എന്ന് ഡോക്യുമെൻറ്റിലൂടെ ബോധ്യപ്പെട്ട് അത് ചെയ്ത വ്യക്തി ആരാണ് എന്നെല്ലാം ചോദിച്ച് പരിശോധിച്ചല്ലാതെ ഒരു വസ്തുവും വഖഫാകുന്നില്ല. ഈ വഖഫ് ആയതിനു ശേഷം ഇത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് വഖഫ് ബോർഡിൻ്റെ ചുമതലകൾ തുടങ്ങുന്നത്. എന്താണ് ചുമതലകൾ? വഖഫ് വസ്തു അന്യാധീനപ്പെടാതെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യതയാണ്. ഈ നിയമപരമായ ചുമതലകൾ നിർവഹിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരാണ് ഞങ്ങളൊക്കെ തന്നെയും. അതിനകത്ത് മറ്റ് യാതൊരു നിയമവിരുദ്ധമായ പ്രവൃത്തികളും ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എല്ലാ സ്ഥാപനങ്ങളും ഇതേപോലെ തന്നെ വല്ല കയ്യേറ്റങ്ങളോ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ വസ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നോട്ടീസ് അയക്കുന്നത് സ്വാഭാവികമാണ്. അതിന് മറുപടി എന്നോണം എന്തെങ്കിലും അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടാനുണ്ടെങ്കിൽ സ്ഥാപിക്കാം. ആ സ്ഥാപിച്ചതിനനുസരിച്ച് നിയമം എന്താണ് പറയുന്നത് അനുശാസിക്കുന്നതിന് തീരുമാനമെടുക്കും. ഇതാണ് നമ്മൾ സിസ്റ്റം. അതാണ് പറയുന്നത്. അതായത് മുൻപത്തെ സംബന്ധിച്ചുള്ള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ നാട്ടിലെ ഒരു സാമൂഹികപരമായ ഐക്യം നിലനിർത്തുക എന്നതും, അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അവകാശങ്ങളുണ്ടെങ്കിൽ അത് പഠിച്ച് പരിശോധിച്ച് അത് എന്തെങ്കിലും ആവശ്യമായ നിർദ്ദേശങ്ങളോ പരിശോധന ഫലങ്ങളോ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നുള്ള സംവിധാനം ഗവൺമെൻറ്റാണ് എടുക്കുന്നത്. സ്വാഭാവികമായി ഗവൺമെൻറ്റിൻ്റെ അത്തരം മുന്നോട്ട് പോക്കിനെ ഈ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ചൊക്കെ തന്നെ മുന്നോട്ട് പോകാനും വഖഫും അതേപോലെ തന്നെയാണല്ലോ. ഗവൺമെൻറ്റിനെ തന്നെ മറ്റൊരു വശമാണ് കേരള വഖഫ് ബോർഡ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് വളരെ നല്ല ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്ന രൂപത്തിൽ ഒരു ഫോർമർ ചീഫ് ജസ്റ്റിസിനെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻക്വയറി നടത്തിയിട്ടുള്ളത്. അതിനകത്ത് കൈവശമോ മറ്റു അവകാശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ലഭിക്കും. അതിനനുസരിച്ച് വീണ്ടും നമ്മൾ എന്താണ് അതിൻ്റെ സ്ഥിതി എന്ന് പരിശോധിക്കപ്പെടും. എന്നല്ലാതെ മുൻകൂട്ടി ഇപ്പോൾ യാതൊരു തീരുമാനമില്ല. അതാണ്. അപ്പോൾ അതാണ് സംഭവങ്ങൾ. പിന്നെ പാർലമെൻറ്റിലൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമെൻമെൻറ്റൊക്കെ വഹാബിക്കും ബാക്കി എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ അപ്പോൾ ഇതാണ് സംഭവം. മൂവുമായി ബന്ധപ്പെട്ടൊന്ന് ബ്രീഫ് ചെയ്യാന്നുള്ള നിങ്ങൾ പറഞ്ഞപ്പോൾ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിയമപരമായ പ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് സമ്മർദ്ദമൊന്നുമില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഒരു പൊസിഷൻ എടുക്കുകയാണ്. ഗവൺമെൻറ് പറയുന്നത് പരിശോധന നടത്തുകയാണ്. ആ പരിശോധന നടത്തിയതിൻ്റെ ഭാഗം ഇന്നതാണ് എൻ്റെ തീരുമാനം, അത് ബോർഡ് കൂടി അതിന് ഭാഗമാവണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഭാഗമാവാനുള്ള അതും എന്താണ് ഞങ്ങളുടെ ചുമതലപ്പെട്ടതാണ്. പൊതുധാരണയുടെ ഭാഗമായി മുന്നോട്ട് പോകുക എന്നത്. അതിനകത്ത് വേറൊരു സമ്മർദ്ദം, മറ്റു വിഷയങ്ങൾ അല്ലെങ്കിൽ പിടിച്ചിരുത്തിയിരുന്ന തീരുമാനം എടുക്കുക, യാതൊന്നും തന്നെ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റുമായുള്ള ഡിസ്കഷൻസിലോ അതിൽ ഉന്നത തല മന്ത്രിസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തപ്പോഴൊന്നും തോന്നിയിട്ടില്ല. വളരെ സത്യസന്ധമായാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതിലേറെ സത്യസന്ധമായാണ് വഖഫ് ബോർഡിൻ്റെ നിലപാട്. തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട്. അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തി വെറുതെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാപനങ്ങൾ നോട്ടീസ് അയക്കുന്നതിനെ ഒരു വേറെ രൂപത്തിൽ ഒരു ഇത് കൊടുത്തിട്ട് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസും മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നാട്ടിലുണ്ട്. എല്ലാവർക്കും അവരെ ഏൽപ്പിച്ച പണികളെടുക്കാനുള്ള അവകാശങ്ങളുമുണ്ട്.
ആ വക ജോലി കൃത്യനിർവഹങ്ങളൊക്കെ തന്നെ ഒരു ഭീകരതയാണെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. വഖഫിനെ സംബന്ധിച്ചോളം യാതൊരു തെറ്റും ചെയ്തിട്ടുമില്ല, ചെയ്യാനും പോകുന്നില്ല എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യണം. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. നാളിതുവരെ വഖഫ് ചെയ്ത പ്രവൃത്തികളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടണം. 12 പേർക്കാണ് ആകെ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഈ 12 പേർക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് നോട്ടീസ് അയച്ച് അവരെ രേഖകൾ ഹാജരാക്കി അത് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത് ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് കുടിയിറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ച വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ താമസിക്കുന്നവർക്ക് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞിട്ടോ ഒരു നോട്ടീസും നൽകിയിട്ടില്ല. ഇതിലൊരു സ്ഥാപിത താല്പര്യം, ഒരു ഗൂഢാലോചന അത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് കരുതുന്നുണ്ടോ? നമ്മൾ അതൊക്കെ പരിശോധിക്കപ്പെടട്ടെ അതൊക്കെ തന്നെ നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് ഗൂഢാലോചന ഉണ്ടോ മറ്റു കാര്യം എന്തായാലും ഒരു കാര്യത്തിൽ ഗൂഢാലോചന ഞാൻ പറയുന്നത് 12 പേർക്ക് നോട്ടീസ് അയച്ചത് അവിടുത്തെ ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള നോട്ടീസാണ് എന്ന് പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചന ഉണ്ടായിരിക്കാം. തെറ്റാണല്ലോ. കാരണം 12 പേർക്ക് മാത്രം ബിസിനസ് നടത്തുന്ന 12 പേർക്ക് അയച്ച നോട്ടീസ് കുടിയിറക്കൽ നോട്ടീസാണ് ചിത്രീകരിക്കുന്നതിനുള്ളൊരു വിഷമമുണ്ട്. അത്തരം ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം എവിടെയാണെങ്കിലും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ മുനമ്പത്ത് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ തന്നെ വഖഫ് ഭൂമിയാണ്, അത് ഏറ്റെടുക്കാൻ പോകുന്നു, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. മാനുഷികമായ പരിഗണനയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉള്ളവർക്ക് താമസിക്കാനുള്ള, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ ഈ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ എല്ലാ മതപരമായ സ്ഥാപനങ്ങൾക്കും ബോർഡുകളൊക്കെ ഉണ്ട്. അവരൊക്കെ നോട്ടീസാക്കി നമ്മൾ കാണുന്നതല്ലേ. എത്രയോ നോട്ടീസ് അയക്കുന്നുണ്ട്. ഈ നോട്ടീസ് അയച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്താ വെച്ചാൽ